ഹലോ ഗൈസ്, ഞങ്ങൾക്ക് നല്ലൊരു മരത്തിൻ്റെ ഊഞ്ഞാലുണ്ടാക്കിയ ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഇത് ബെൽഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ആ ഹുക്ക് മേലെ പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഓരോ സാധനങ്ങളും പിച്ചളയുടെയാണ്. അതിന് നല്ല റേറ്റ് ഉണ്ട്. അതിന് കേരളത്തിൽ 10-28,000 രൂപേൻ്റെ അടുത്ത് റേറ്റ് വരും. അത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് എടുത്തത്. അവിടെ ഒരു 10,000 രൂപേൻ്റെ അടുത്ത് കുറവുണ്ടാവും. പിന്നെ ഗൈസ്, ഞങ്ങൾ മരവും ഇതും എല്ലാം കൂടി സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞങ്ങളിത് മൊത്തത്തിലായിട്ട് എടുത്തിടുന്നത്. പിന്നെ ഗൈസ്, ഇത് നമ്മൾ രാത്രിയാണ് എടുക്കുന്നത്. എമർജൻസി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ക്ലാരിറ്റി കുറവുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് അഭിപ്രായം പറയണം ഗൈസ്. പിന്നെ ഈ വീടിൻ്റെ മറ്റുള്ള ഫർണിച്ചറുകളും എല്ലാം ഫുള്ളായിട്ട് ഞാനൊരു വീഡിയോ എടുക്കുന്നതാണ്. മറ്റുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് ഒരു വീഡിയോ എടുക്കാത്തത്. പണി തീർന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ വുഡും എല്ലാം നല്ല ഹെവി സാധനമാണ്. എല്ലാം നല്ല തടിയും മണ്ണും ഒക്കെയുള്ള കഷ്ണങ്ങളാണ് എല്ലാം വെച്ചേക്കുന്നത്. ഇത്ര വേണമെന്നില്ല, ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഇതൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ ഇതിന് റേറ്റ് കുറഞ്ഞ സാധനങ്ങളുമുണ്ട്. ഇത് പിച്ചളയുടെ ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റും വന്നത് സാധനത്തിന്, മെറ്റീരിയലിന്. പിന്നെ ഈ മരത്തിനാണ് കനം 3 ഇഞ്ചോളം കനം വരുന്നുണ്ട്. അത് നല്ല ഹെവി സാധനമാണ്, നല്ല വെയിറ്റാണിത്. അടുത്ത് പൊക്കി സെറ്റ് ചെയ്യാനാണേലും എന്തിനാണേലും മറിച്ചിടാനാണേലും നല്ല വെയിറ്റ് വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിൽ അത്ര സിമ്പിളല്ല ഇത്. പിന്നെ ഇതേവരെ കനമുള്ളത് വേണമെന്നൊന്നും ഇതിൻ്റെ പകുതി കനമായാലും മതി. ഭംഗി കൂടാൻ വേണ്ടിയിട്ടാണ് സിമ്പിളായിട്ട് ഒരു ഒറ്റ ഇതിലായിട്ട് ഓവർ ഇത് കൊടുക്കാതെ വെച്ചേക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇത് സെറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് ഗൈസ്. പിന്നെ എല്ലാവരും കണ്ട് ഇതിന് നല്ലൊരു കമൻറ്റുകളൊക്കെ പറയണം ഗൈസ്. ഞങ്ങളുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ പിച്ചള ആയതുകൊണ്ട് അതിൻ്റെ ഇതിനൊക്കെ ഭയങ്കര വെയിറ്റുമാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. അതെല്ലാം ഒരു ഫുള്ളും പീസാണ്. അത് ജോയിൻ ചെയ്ത് എടുക്കുന്നതാണ്. മൊത്തത്തിലൊരു ചങ്ങനയല്ല അത്, എല്ലാം കുഞ്ഞു കുഞ്ഞു പീസുകളാണ്. അപ്പോൾ ഗൈസ്, സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഉദ്ഘാടനവും ഞങ്ങൾ നിർവഹിച്ചു. അപ്പോൾ 100 കിലോ ഇരുന്നു. അതിൻ്റെ പുറകെ വേറൊരു 100 കിലോയും കൂടി ഇരുന്നിട്ടും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഇനിയും ഞങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങളും കോപ്രായങ്ങളൊക്കെ ആയിരിക്കും ഗൈസ്. ഏതായാലും നമ്മളെല്ലാം ടെസ്റ്റിങ്ങും എല്ലാം കഴിഞ്ഞു. വീട്ടുകാർക്കും സമാധാനമായി. തീർത്തു കൊടുക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അവർക്കും. വീശാണ് പുറകോട്ട് പോകണേ.